Every motorcycle has a story, but some have secrets. So, welcome to Motor Detectives. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വാക്ക് അറൗണ്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളുടെ കയ്യിലിരിക്കുന്ന സുസുക്കി GSX 8R ആണ്. ഈ വണ്ടിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു 776cc പാരലൽ ക്വിൻ സിലിണ്ടർ DOHC എഞ്ചിനാണ്. ഇത് മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 81.8 bhp at 8500 rpm ആൻഡ് മാക്സിമം ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 78 Nm ആണ് at 6800 rpm. ഇത് ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്യുന്നത് നിലവിലേക്ക് 225 km/h ആണ്. മര്യാദയ്ക്കൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു 20 km/L ഒരു ഫ്യൂൽ എക്കണോമി കിട്ടും. ഇതിൻ്റെ ഗിയർ ബോക്സ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്കൊരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 1 ഡൗൺ ഷിഫ്റ്റ് ആൻഡ് 5 അപ്പ് ഷിഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്കൊരു ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റ് അവൈലബിൾ ആണ്. അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും സുഖമായി ചെയ്യാൻ പറ്റും വിത്ത് ഹെൽപ്പ് ഓഫ് സ്ലീപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. നമുക്ക് ബ്രേക്ക് ലിവേഴ്സ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു നോബ് ഉണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ നമ്മളുടെ ഒരു കൺവീനിയൻറ്റ് പോലെ. ഇതിൻ്റെ എക്സോസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അണ്ടർബെലിയാണ് വരുന്നത്. ഇതിൻ്റെ എർഗണോമിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കിടിലാണ്. ലൈക്ക് നമുക്ക് ഓവർ ബാക്കിലേക്കോ അല്ല കാല് പോകുന്നത്, ലൈക്ക് നമുക്ക് ഓവർ ഫ്രണ്ടിലേക്കോ ആയിട്ടല്ല വരുന്നത്. സ്ട്രെയിറ്റ് ഒരു ജസ്റ്റ് ഒരു ആംഗിളിലായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതൊരു ഫുള്ളി ഫെയർഡ് ബൈക്കാണല്ലോ. പിന്നെ ജസ്റ്റ് എല്ലാം സ്പോർട്സ് ബൈക്കും പോലെ നമുക്കിത് ഓവർ ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലൈക്ക് നമുക്ക് ഇത് ടൂറിങ്ങിനായാലും ലോങ് റൈഡ്സിനാണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ഫീൽ ആയിട്ടായിരിക്കും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 810 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 145 mm. ഞാൻ 5 foot 8 ആണ്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ് ഈ വണ്ടി. പിന്നെ ഈ വണ്ടിയുടെ ടോട്ടൽ കർവ് വെയിറ്റ് വരുന്നത് 205 kgs ആണ്. അത്യാവശ്യം ലൈറ്റ് വണ്ടിയാണ്, നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ വണ്ടി 5 above ഉള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യും വണ്ടി. ഈ വണ്ടി ഫീച്ചർ ലോഡഡ് ആണ്. ഈ വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോൾ അവൈലബിൾ ആണ്, ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്, പിന്നെ റൈഡ് ബൈ വയർഡ് ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു അപ്സൈഡ് ഡൗൺ USD ഫോക്സ് അവൈലബിൾ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ റയറിൽ നോക്കുകയാണെങ്കിൽ മോണോ ഷോക്ക് അബ്സോർബർ ആണ് വരുന്നത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല ഫീച്ചേർഡ് ആണ് വണ്ടി. പിന്നെ ഇതിൻ്റെ കുഷനിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുഷനിങ് ആണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. പിന്നെ റയറിൽ വരുന്ന സമയത്ത് കുറച്ച് ഹാർഡാണ്. ഈ വണ്ടിയുടെ ബ്രേക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 310 mm ട്വിൻ ഡിസ്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് 4 piston കാലിപ്പർ. റയറിൽ നോക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ഡിസ്ക് 240 mm 1 piston കാലിപ്പറാണ്. ഈ ബ്രേക്സ് വെച്ചിട്ട് ഈ വണ്ടിനെ സുഖമായി കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കോക്പിറ്റ് വ്യൂക്ക് പോകും. ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. എൻജിൻ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് സുസുക്കിയുടെ ലോഗോയും പിന്നെ അത്യാവശ്യം നല്ല ഇൻഡിക്കേറ്റേഴ്സും കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലിയർ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ കിട്ടുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിലിപ്പോൾ സുസുക്കിയിൽ കൊടുത്തിട്ടുള്ളത് GSX-ൽ. പിന്നെ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്, ലൈക്ക് ABS, ട്രാക്ഷൻ കൺട്രോൾ, ഓയിൽ ഇൻഡിക്കേറ്റർ, പിന്നെ സ്വിച്ചസിൻ്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ടാക്ടൈൽ ഫീലാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് 3 റൈഡിംഗ് മോഡ്സ് ഉണ്ട്, A, B, C. ഈ 3 റൈഡിംഗ് മോഡ്സും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു 4 level അഡ്ജസ്റ്റബിൾ സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോൾ ആണ്. നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ലെവൽ 3 വരയ്ക്കും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ വണ്ടിയിൽ. പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല തന്നെയാണ്. പിന്നെ ഇതിൽ ടാക്കോമീറ്റേഴ്സ് അവൈലബിൾ ഉണ്ട്, സ്പീഡോമീറ്റർ അവൈലബിൾ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട്. ഇത് പിന്നെ ഒരു 14 liters ടാങ്ക് കപ്പാസിറ്റിയുള്ള വണ്ടിയാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ടിലേക്ക് പോവാം. ഡിസ്ചാർജ് സൗണ്ട് അല്ല കിഡലായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സുസുക്കി വൈറ്റ്ല ഷോറൂമിൽ നിന്നാണ്. ഈ ബ്രോ ആണ് നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്ത് തന്നത്.
വണ്ടിയുടെ ഡീറ്റെയിൽസ് റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഷോറൂമിലത്തെ എല്ലാ ആൾക്കാരും അടിപൊളിയാണ്. ഇവിടെ കുറേ പ്രീമിയം വണ്ടീസ് ഉണ്ട്. ഹയാബൂസ ഉണ്ട്, നമുക്ക് വീഷ്രം 800D ഉണ്ട് ഷോറൂമിൽ അവൈലബിൾ. നമുക്ക് പുള്ളിക്കാരൻ്റെ പേര് രഞ്ജു ആണ്. ബ്രോ കിട്ടലുമായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പരിപാടിക്ക്. താങ്ക്സ് ഫോർ സുസുക്കി വൈറ്റ്ല ഷോറൂം. താങ്ക് യു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്, അത് നമ്മൾ ഇൻ ഫ്യൂച്ചർ അത് എല്ലാം സോൾവ് ചെയ്യുന്നതായിരിക്കും.